മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ദർശനം എന്ന കവിതയാണ് ചൊല്ലുന്നത്. മസ്തിഷ്കത്തിൻ ഗോളത്തിൽ ധ്രുവദീപ്തികൾ മങ്ങിപ്പൊലിയുമ്പോൾ ഉറകുത്തിയ ഹിമഭരലാവകളൻ ചുടുഭാവതടങ്ങളെ മൂടുമ്പോൾ മസ്തിഷ്കത്തിൻ ഗോളത്തിൽ ധ്രുവദീപ്തികൾ മങ്ങിപ്പൊലിയുമ്പോൾ ഉറകുത്തിയ ഹിമഭരലാവകളൻ ചുടുഭാവതടങ്ങളെ മൂടുമ്പോൾ എന്നാകാശതലത്തിൽ പ്രജ്ഞാസൂര്യൻ കോടപ്പുകയിലുടഞ്ഞൻ കണ്ണാൽ കാൺമതു മങ്ങൂഴത്തിൻ കെടുനീർച്ചണ്ടികളാകുമ്പോൾ എല്ലാ സങ്കല്പങ്ങളും ധൂസരമാവുകയും ലോകം യന്ത്രവൽകൃതമാവുകയും ചെയ്യുക മാത്രമല്ല, മനുഷ്യൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങളെപ്പോലും കൃത്രിമ ബുദ്ധി നിയന്ത്രിക്കുകയും ജൈവമനുഷ്യൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും യന്ത്രമനുഷ്യൻ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ലോകത്തെ, സമൂഹത്തെ ഒക്കെ ഏകാധിപത്യ പ്രവണതകളും വർഗീയതയും ഇടുങ്ങിയ സങ്കുചിതമായ ദേശീയതയും ഒക്കെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഈ സന്ദർഭങ്ങളിൽ നമുക്കേറെ ആശ്വാസവും ആത്മവിശ്വാസവും പ്രതീക്ഷകളും പകർന്നു നൽകുന്നവയാണ് വൈലോപ്പിള്ളി കവിതകൾ. വൈലോപ്പിള്ളി കവിതകൾ വീണ്ടും വീണ്ടും വായിക്കാനുള്ള പ്രേരണ നൽകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ആചരണങ്ങൾ എന്ന് ഞാൻ കരുതുകയാണ്. രാമചരിതം പാടി കണ്ഠം ജനക്കിയ മലയാള കവിത ഒട്ടേറെ ഗതിവിഗതികളിലൂടെ കടന്നുപോയി ഏറ്റവും ശ്രദ്ധേയരായ ശ്രേഷ്ഠരായ അനേകം കവികളെ, കാവ്യങ്ങളെ മലയാള ഭാഷയ്ക്ക് നൽകുകയുണ്ടായി. അതിലെന്തുകൊണ്ടും ശ്രേഷ്ഠനായ കവിയാണ് മഹാകവി വൈലോപ്പിള്ളി എന്ന് നമുക്കറിയാവുന്നതാണ്. സംസ്കൃത സാഹിത്യത്തിൽ, സംസ്കൃത കവിതയിൽ കാളിദാസനുള്ള സ്ഥാനമാണ്. ഇംഗ്ലീഷ് കവിതയിൽ W.B. yeatsനുള്ള സ്ഥാനമാണ് മലയാളത്തിൽ വൈലോപ്പിള്ളിക്കുള്ളത് എന്ന വാക്യം വളരെ അർത്ഥവത്താണ്. നൈസർഗികമായ കവിത്വത്തിൻ്റെ ബലത്തിൽ തൻ്റെ സങ്കീർണമായ ആന്തരിക ജീവിതം ആവിഷ്കരിക്കുകയായിരുന്നു വൈലോപ്പിള്ളി ചെയ്തത്. സ്വന്തമായൊരു കവിതയുടെ ഇടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ കവിതയെ തൻ്റേതാക്കി മാറ്റി ആവിഷ്കരിക്കാനായിട്ട് അധികം കവികൾ ശ്രമിക്കുന്നില്ല. മറ്റൊന്ന്, കവിത എഴുതുന്നത് മാത്രമല്ല, കവിത വായിക്കുകയും ചെയ്താൽ മാത്രമേ, കവിത എന്നല്ല, വായന എന്നത് കവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പലരും, അവർക്ക് വായനയില്ല, അവർ പിന്നിലേക്കൊന്നും പോകുന്നില്ല. ഈ പുതുകാല കവിതകൾ മാത്രം വായിക്കുകയും അതിൻ്റെ ഒരു ഘടനയിലേക്ക് കവിതയെ ഒതുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ധാരാളം കവികളിൽ കാണുന്നുണ്ട്. ഇത്തരം പൊതുവായി കാണുന്ന ഈ പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇദ്ദേഹത്തിൻ്റെ രാത്രി അച്ചാങ്കര എന്ന കാവ്യ സമാഹാരം. നമുക്ക് പലപ്പോഴും സമകാലിക രചനകളിൽ കാണാൻ കഴിയാത്തതായ ഒട്ടേറെ പ്രത്യേകതകൾ ഈ ദുർഗാപ്രസാദിൻ്റെ കവിതകളിൽ കാണാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം മിക്ക കവിതകളും വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. വൃത്തം എന്നുള്ളത് ഒരു കവിതയുടെ യോഗ്യതയായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല, പക്ഷേ വൃത്തം എന്നത് കവിയുടെ യോഗ്യതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. കവിതാ പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം സമർപ്പിക്കുന്നതിനായിട്ട് വൈലോപ്പിള്ളി സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ P.V. കൃഷ്ണൻ നായർ മാഷയും പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് ദുർഗാപ്രസാദിനെയും സാദരം ക്ഷണിക്കുന്നു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ആദ്യമായി പഠിച്ച കവിത എന്ന് പറയാൻ
കഴിയുന്നത് കവിത എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പഠിച്ച കവിത ഒരു വൈലോപ്പിള്ളി കവിതയാണ്. അതിനു മുമ്പ് ഏകദേശം 3ാം സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ സുധർമ്മ ടീച്ചർ ഒരു മാവിൻ്റെ ചുവട്ടിലിരുത്തിയായിരുന്നു ഞങ്ങളെ കവിതകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായി ഒരു കവിത ഒരു മനുഷ്യനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് വൈലോപ്പിള്ളി കവിതയിലൂടെയാണ്. അതെങ്ങനെയെന്നാൽ മാമ്പഴം എന്ന കവിത പരമ്പരാഗതമായ ആ കേകയുടെ താളത്തിൽ സുധർമ്മ ടീച്ചർ ആ മാവിൻ ചുവട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ അതിലെ ഒരു വരി പല ആളുകൾക്കും കവിതയിലെ പല പല വരികളായിരിക്കാം ബാധിക്കുന്നത്. എന്നെ ആദ്യമായി ഈ ഒരു ജന്മത്തിൽ ആദ്യമായി ബാധിച്ച വരികൾ, പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ എന്ന മാമ്പഴത്തിലെ വരികളാണ്. ചെറുപ്പകാലത്ത് കേട്ടുള്ള കഥകളിൽ ചിപ്പിക്കുള്ളകപ്പെടുന്ന കല്ലുകളാണ് പിന്നീട് മാണിക്യമായി അല്ലെങ്കിൽ മുത്തായിട്ടൊക്കെ പുറത്തു വരുന്നത് എന്ന് കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യമായി എന്നെ ബാധിച്ച മഹാകവിയുടെ കവിതയിലേക്ക് കടന്നു വന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു പുരസ്കാരം എൻ്റെ ആദ്യ സമാഹാരത്തിന് ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷവും അത്ഭുതവും ഉള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നിവിടെ മുരളി പൊറനാട്ടുകര ആലപിച്ച അച്ഛൻ്റെ കവിത, അതായത് ദർശനം എന്നുള്ളതായിട്ടുള്ള കവിത, അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറയാൻ കാരണം അതെനിക്ക് തീരെ പരിചിതമായിരുന്നില്ല. അത് ഈ അടുത്ത കാലത്ത് ആത്മാരാമൻ കൃഷ്ണകുമാർ പറഞ്ഞിട്ടോ മറ്റോ ആണ് ഞാനത് ഒന്ന് വായിച്ചു നോക്കിയത്. അത് ആ കവിതാ പുസ്തകത്തിലെ, അച്ഛൻ്റെ തിരഞ്ഞെടുത്ത കവിതാ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ കവിതയായിട്ട് വരിക എന്ന് തന്നെ ഒരത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. ആ കവിതയിലുള്ളതായിട്ടുള്ള പ്രമേയമോ ഒരു ദാർശനികമായിട്ടുള്ള പ്രമേയമാണ്. അതൊരു പ്രൊഫറ്റിക്കുമാണ്. അച്ഛൻ മരിക്കാൻ പോകുന്നു, എൻ്റെ മരണം ഇന്ന രീതിയിലായിരിക്കും എന്നുകൂടി കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. പലരും പറയാറുണ്ട് കവികൾ വളരെ പ്രൊഫറ്റിക്കാണെന്നും ഭാവിയെക്കുറിച്ചിട്ട് നേരത്തെ കൂട്ടിയിട്ട് അവർക്കറിയാമെന്നും അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ കവികൾ എഴുതുമെന്നും മറ്റും. കുടിയൊഴിക്കൽ മുതൽക്ക് പല കവിതകളും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് മാത്രമല്ല പല കവികളെക്കുറിച്ചിട്ടും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട്, അതായത് എന്താ പറയുക, എൻ്റെ മരണം ഇന്ന രീതിയിലായിരിക്കും, മസ്തിഷ്കത്തിൻ ഗോളത്തിൽ എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഇപ്പം ഞാൻ കുറേ കാലം ഫിസിയോളജി പഠിപ്പിച്ചിരുന്നതായിട്ടുള്ള ആളാണ് ആയുർവേദ കോളേജിൽ. അപ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ബ്രെയിനിലെ ഏത് ഭാഗത്തായിട്ടാണ് സംഭവിക്കുന്നത്, പിന്നെ ബ്രെയിനിൽ ഈ അച്ഛന് വന്നിട്ടുള്ള ത്രോംബോസിസാണ്, സെറിബ്രൽ ത്രോംബോസിസാണ്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. അത് സംഭവിക്കുമ്പോൾ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതടക്കം കൃത്യമായിട്ട് വരച്ചു വച്ചിരിക്കുകയാണ്. എപ്പോഴും മലയാളത്തിൽ പുതിയ കവിതയെ ശ്രദ്ധാപൂർവം പിന്തുടരുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുടനീളമുണ്ട്, തൃശ്ശൂരിൽ പ്രത്യേകിച്ചുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേറിട്ട് കേൾക്കുന്ന ഒച്ച, എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന് പിറ്റേന്ന് ചോദിക്കുന്ന കവികളെ, എഴുത്തുകാരെ തിരിച്ചറിയുന്നതിൽ നമ്മൾ കാണിക്കുന്ന ആ ജാഗ്രതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാരക പ്രഭാഷണം നിർവഹിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാര്യം ഞാൻ ഒന്നാമതൊരു പ്രഭാഷകനല്ല, മാത്രമല്ല അധ്യാപക വൃത്തിയിൽ നിന്ന് അകാലത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരാളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രചനകളുമായിട്ട് ഇപ്പോൾ ഈ കോളേജ് അധ്യാപകരെ പോലുള്ള നിരന്തരമായ സമ്പർക്കങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശീലമില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ സമയവും കുറവുണ്ട്. സമയം ഇവിടെ സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ കുറവല്ല, എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്തിൻ്റെ ഒരു കുറവാണ്.
അപ്പോൾ മാഷ് 2 ആഴ്ച മുമ്പ് കൃഷ്ണനായർ സാർ എന്നെ വിളിച്ചിട്ട് ഇക്കാര്യം ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ഒരു ഭയം അതാണ്. ഈ സമയപരിമിതി ഒന്നുണ്ട് ഈ പ്രിപ്പയർ ചെയ്യാൻ, പിന്നെ മറ്റൊന്നൊരു വിഭവപരിമിതി ഉണ്ട്. കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ കലാശാലകളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. ഒരു സ്കൂൾ അധ്യാപകൻ്റെ ചെറിയ അനുഭവ ലോകം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പഠിച്ചത്, പ്രത്യേകിച്ച് കവിത പഠിച്ചത് ക്ലാസ് മുറിയിൽ നിന്ന് ഉള്ളതിനേക്കാളേറെ ഗ്രന്ഥശാലകളിൽ നിന്നാണ്, വായനശാലകളിൽ നിന്നാണ്. അപ്പോൾ വലിയ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിലിരുന്ന് കവിത പഠിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടില്ല. ഇടശ്ശേരിയെയും വൈലോപ്പിള്ളിയെയും കുഞ്ഞിരാമൻ നായരെയും മാത്രമല്ല, എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും ഷേക്സ്പിയറെ പോലും ഞാൻ മിക്കവാറും സ്വന്തമായിട്ട് പഠിച്ചതാണ്. എനിക്കൊരു മാഷ് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നല്ല മാഷുമല്ല, അതിൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഈ മഹാകവികളുടെ കാവ്യസമുദ്രത്തിൽ നിന്ന് എൻ്റെ കൈക്കുടന്നയിൽ കോരിയത് മാത്രമേ ഞാൻ നുകർന്നിട്ടുള്ളൂ, അത്രമാത്രമേ ഞാൻ പകർന്നിട്ടുമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ വൈലോപ്പിള്ളി കവിതയെക്കുറിച്ചോ അല്ലെങ്കിൽ കവിതയുടെ പാഠശാലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ ഈ സാഹിത്യ ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ സൗന്ദര്യ സിദ്ധാന്തങ്ങളുടെയോ പിൻബലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശകലനമൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയോഗം ഏറ്റെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ കവിതയിൽ അഭിരുചി ഉണ്ടായി, കുറച്ചൊക്കെ കവിത എഴുതുകയും ചെയ്തു. പിന്നെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞതുപോലെ ഒരു കവിതക്കാരനായി കുറച്ചൊക്കെ അറിയപ്പെടുകയും ചെയ്തു. മാഷ് അങ്ങനെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത്, എന്നെ മഹാകവി എന്നൊന്നും പറയണ്ട, ഞാനൊരു കവിതക്കാരൻ ആണെന്ന്. കുംഭകാരൻ എന്ന് പറയില്ല, ഒരു നിർമ്മിതിയുണ്ട്. അത് മാഷയുടെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈലോപ്പിള്ളി കവിതയുടെ. അപ്പോൾ അങ്ങനെ ഒരു കവിതക്കാരനായി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കവിതയെക്കുറിച്ച് പറയാനുള്ള ഒരു ചുമതല വരുമ്പോൾ, ഒരു നിയോഗം വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരു പാതി ബാധ്യസ്ഥനുമാണ് ഞാൻ. എന്നെ എഴുത്തിലും വായനയിലും ഏറ്റവും സ്വാധീനിച്ചൊരു കവിയാണ് വൈലോപ്പിള്ളി. ഞാൻ ഒരു പൊന്നാനിക്കാരനാണ്. എനിക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂൾ എടശ്ശേരിയുടെ സ്കൂളിലാണ്. പക്ഷേ ഞാൻ പഠിച്ചത് വൈലോപ്പിള്ളിയുടെ സ്കൂളിലാണ് എന്ന് പറയണം. ഒരു സ്കൂൾ ഓഫ് പോയട്രിയാണത്. അപ്പോൾ മാഷൻ്റെ അടുത്ത് ഈ പ്രഭാഷണത്തിനൊരു വിഷയം നിർദ്ദേശിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കവിതയുടെ പാഠശാല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം വൈലോപ്പിള്ളി കവിത എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയാത്തൊരു പാഠശാലയാണ്. ഞാൻ ഔപചാരികമായിട്ട് കോളേജിലോ അല്ലെങ്കിൽ മലയാള സാഹിത്യമോ ചരിത്രമൊന്നും പഠിക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ സർവകലാശാല അല്ലെങ്കിൽ എൻ്റെ പാഠശാല ഇത്തരം ടെക്സ്റ്റുകളാണ്, പാഠങ്ങളുടെ ശാലയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം നിർദ്ദേശിച്ചത്. മാത്രമല്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന എൻ്റെ ആദ്യ കവിത മഹാകവി വൈലോപ്പിള്ളിക്കുള്ള ഒരു എന്താ പറയുക, ഒരു അഞ്ജലിയാണ്. കാകാചാര്യൻ എന്നായിരുന്നു ആ കവിതയുടെ പേര്. എനിക്ക് തോന്നുന്നത് 90കളുടെ 89ലോ 90ലോ ആണ് ആ കവിത വരുന്നത്. അത് വൈലോപ്പിള്ളിയോടുള്ള എൻ്റെ ആരാധനയുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. അതിൽ ഒരു വരിയുണ്ട്, നോക്കുക ഇങ്ങനെ എന്ന്. ഈ കാക്ക ഇങ്ങനെ മുറ്റത്ത് നടക്കുമ്പോൾ ഇങ്ങനെ പദം വെച്ച് കാണിക്കുകയാണ്. നോക്കുക ഇങ്ങനെ എന്ന് മുറ്റത്ത് പദം വെച്ച് എന്നെ കാണിക്കുന്നു എന്നൊക്കെ. എന്താണ് ആ വരികൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ഭാഷയിൽ ഈ പിച്ച വയ്ക്കാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പദം വെച്ച് നമുക്ക് കാണിച്ചു തന്ന ഒരു കാകാചാര്യനെ കുറിച്ചാണ് ആ കവിത. അപ്പോൾ ആ ഒരു സ്വാധീനത്തിൻ്റെ ബലത്തിൽ ഈ വൈലോപ്പിള്ളി കവിതകളിലൂടെ കടന്നു പോയ അനുഭവം തുറന്നു കാണിക്കുക. നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പറഞ്ഞ പോലെ ഒരു ആസ്വാദകൻ്റെ നെഞ്ചു കീറി നേരിനെ കാട്ടാൻ ഉള്ള ഒരു സന്ദർഭമായിട്ട് മാത്രമേ ഈ പ്രഭാഷണത്തിനെ കണ്ടാൽ മതി.
കൃഷ്ണൻ നായർ മാഷ് എന്നോട് ഈ പ്രഭാഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറ കവികളുടെ കുറേ കവിതാ സമാഹാരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ കൃഷ്ണമാഷ് പറഞ്ഞതുപോലെ ഒരു പുരസ്കാര നിർണയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകങ്ങൾ, കവിതാ പുസ്തകങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കവികൾക്ക് സ്വന്തമായ ഒരു ഭാഷ വേണം എന്ന് കൃഷ്ണൻ മാഷ് പറഞ്ഞല്ലോ, അത് കാണുന്നില്ല പലപ്പോഴും. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഒരുതരം നമ്മളെ മടുപ്പിക്കുന്ന ഏകതാനത അനുഭവപ്പെടുന്നു. അപ്പം ഇങ്ങനെ വളരെ വിരസവും ഏകതാനവുമായിട്ടുള്ള കുറേ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന്ന് ഒന്ന് രക്ഷപ്പെടാൻ നമുക്ക് വൈലോപ്പിള്ളിയുടെ അല്ലെങ്കിൽ എടശ്ശേരിയുടെ ഒരു കവിത വായിക്കാം എന്ന് തോന്നും. ഒരു തീർത്ഥാടനം, ഒന്ന് പിന്നാക്കം പോയിട്ട് കുറച്ച് ക്ലാസിക് കവിതകളൊക്കെ വായിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉന്മേഷം നമുക്ക് ഉള്ളതുപോലെ തോന്നും. അങ്ങനെ തിരിച്ചു പോയി വായിക്കാൻ പറ്റുന്ന ഇത്രത്തോളം ഭൂതകാലക്കുളിരുള്ള, വൈലോപ്പിള്ളി കവിതയോളം ഭൂതകാലക്കുളിരുള്ള മറ്റൊരു തീർത്ഥം വേറെ ഏതുണ്ട്? അപ്പോൾ അതിന് എനിക്കൊരു അവസരം മാഷ് തന്നു. ആ ഒരു സന്തോഷമുണ്ട്. ഈ കുറേ ആനുകാലിക കവിതകൾ കുറേ ഇങ്ങനെ വായിച്ച് മടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്ലാസിക് കവിതകളൊക്കെ ഒന്ന് വായിച്ചൊന്ന് ഒരു തീർത്ഥത്തിൽ മുങ്ങി ഒന്ന് കുളിച്ച് ഉണർവോടുകൂടി വരാൻ പറ്റുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇത്തരം ഈ പഴയ അല്ലെങ്കിൽ എടശ്ശേരിയുടെയോ അല്ലെങ്കിൽ കുഞ്ഞിരാമൻ നായരുടെയോ വൈലോപ്പിള്ളിയുടെയോ ഒക്കെ കവിതകളിലേക്ക് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഗൃഹാതുരതയുണ്ട്. ആസാം പണിക്കാർ നാട്ടിലേക്ക് വരുന്ന പോലെ അതുവരെ ശപിച്ച് ഇതായിട്ടുള്ള തിരിച്ചു വരുമ്പോഴല്ലോ ഇതാ എൻ്റെ നാട് പച്ച കാണുന്നു എന്ന് പറയുമ്പോൾ ആളെ സന്തോഷം അതുപോലെയാണ്. അപ്പം അങ്ങനെ വൈലോപ്പിള്ളി കവിത വായിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് ഞാൻ ഇച്ഛിച്ചതും മാഷ് കൽപ്പിച്ചതും ഒന്നായി. അപ്പോൾ ഒരിക്കൽ കൂടി വൈലോപ്പിള്ളിയുടെ വളരെ പ്രശസ്തമായ കുറച്ച് കവിതകളിലൂടെ ഒന്ന് കടന്നുപോയ ഒരനുഭവം പറയാം. അപ്പോൾ ഞാൻ ഈ പുതിയ കാല കവിതകൾ വായിച്ച കാര്യം പറഞ്ഞല്ലോ. ഇതിൽ ഈ പുരസ്കാരത്തിന് ഏത് കവിത തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിശ്ചയിക്കാൻ നല്ല പാടാണ് ഇപ്പോൾ. കൃഷ്ണമാഷ് പറഞ്ഞത് വൈലോപ്പിള്ളി സ്മാരക സമിതിക്ക് പുരസ്കാരത്തിന് കിട്ടിയ കവിതകളിലെല്ലാം നല്ലതായിരുന്നു, അതിൽ കൂടുതൽ മികച്ചത് ഏത് എന്ന് തിരഞ്ഞെടുക്കാനാണ് പ്രയാസപ്പെട്ടതെന്നാണ്. നേരെ തിരിച്ചാണ് ഞങ്ങളുടെ ഒരു അനുഭവം ഉണ്ടായത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്. അത് എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ പുരസ്കാരങ്ങളും ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് ഇത് സമാനത കൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളും എല്ലാ കവികളും ഈ പറഞ്ഞ സ്വന്തമായൊരു ഭാഷയില്ലായ്മ അല്ലെങ്കിൽ എന്നോടൊച്ച വേറിട്ട് കേൾപ്പിക്കാൻ കഴിയായ്മ, എല്ലാവരും ഒരേ തൊണ്ട കൊണ്ട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഏകതാനത, വൈവിധ്യമില്ലായ്മ, വൈചിത്ര്യമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ പുതുകാല കവിതയിൽ ഇങ്ങനെ കാണുന്നു. അപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കും? ഇപ്പോൾ ഈ 5 നളന്മാരിൽ ഏതാണ് ശരിയായ നളൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ദമയന്തിയുടെ ഒരു സങ്കടം ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോവും. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. പ്രമേയത്തിലും പ്രതിപാദനത്തിലുമൊക്കെ ഏറെക്കുറെ സമാനമാണ് എല്ലാം. അപരിചിതമോ അത്ഭുതപ്പെടുത്തുന്നതോ ആയ ഒരു പ്രയോഗമോ അല്ലെങ്കിൽ കൽപ്പനയോ ഇല്ല. നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഈ പോസ്റ്റിൻ്റെ പുഞ്ചിരി അല്ലെങ്കിൽ പ്രാണവായു കൊണ്ട് ആവിഷ്കരിക്കുന്ന ബലൂണിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ പോലെയുള്ള വ്യത്യസ്തമായ പ്രയോഗങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ വിഷയം കൊണ്ട് സമകാലികമാണ് മിക്കവാറും പുതിയ കവിത. ഏറ്റവും പുതിയ വിഷയത്തോട് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ആശയപര തലത്തിൽ നല്ല പ്രതികരണങ്ങളാണ്. രാഷ്ട്രീയമായ ഉത്കണ്ഠകളുണ്ട്. ഓരന്തള്ളപ്പെട്ടവരുടെ ഭാഷയും അതുപോലെ രോഷവും ഒക്കെ പുതിയ കവിത പ്രകടിപ്പിക്കുന്നുണ്ട്. വാമൊഴി പോലെ അനൗപചാരികമായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഇന്ന് പുതിയ കവിത എഴുതപ്പെടുന്നത്. പൊളിറ്റിക്കലി കറക്റ്റ് ആവുകയാണ് കവിത. പക്ഷേ അതെല്ലാം പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള രചനകളൊക്കെ ഈസ്തെറ്റിക്കലി കറക്റ്റ് ആയിക്കൊള്ളുന്നുണ്ടോ? അങ്ങനെ ഒരു കറക്റ്റ്നെസ്സും കൂടി ഇല്ലേ? രാഷ്ട്രീയമായ ശരിക്ക് വേണ്ടി ഉള്ള ഒരു അതിജാഗ്രത പലപ്പോഴും
നേരത്തെ പറഞ്ഞ പോലെ ഭാഷാപരമായ അതിൻ്റെ ഈസ്തറ്റിക്കലായിട്ടുള്ള സൗന്ദര്യപരമായിട്ടുള്ള ഭാഷയുടെ തനത് സാധ്യതകൾ, അതല്ലേ ഭാഷയിലുള്ള ഒരു കൊത്തുപണിയാണ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലുള്ള തൻ്റെ മാധ്യമത്തിലുള്ള ഒരു 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 ഉദാസീനത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഏകതാനവും മടുപ്പനുമാകുന്നത്? എന്തുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെയോ ഇടശ്ശേരിയുടെയോ കവിതകളിലേക്ക് ആസ്വാദകർ ഇങ്ങനെ തീർത്ഥാടനം നടത്തുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പാഠം ഇതിനാവശ്യമാണ്. ആശയം മാത്രം പോരാ, ആശയങ്ങൾ എത്രയും ശക്തമായി ആവിഷ്കരിച്ചു എന്നതുകൊണ്ട്, ഉള്ളടക്കം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആശയം കൊണ്ട് നമ്മുടെ കാലത്തെ തീവ്രമായി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും പുതിയ കവിത പലപ്പോഴും രൂപശില്പത്തിൽ ഏറെക്കുറെ ഉദാസീനമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ക്രാഫ്റ്റിൽ ഒരു അശ്രദ്ധ കാണുന്നു. നമ്മുടെ ഭാഷയുടെ സാധ്യതയും അതിൻ്റെ ദക്ഷതയും അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ സൗന്ദര്യമൊക്കെ മുൻ തലമുറയിലെ കവികൾ പ്രയോജനപ്പെടുത്തിയതുപോലെ പുതിയ തലമുറ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതിനുള്ള ഒരു ധ്യാനമോ ക്ഷമയോ ഈ പുതിയ എഴുത്തുകാർ കാണിക്കുന്നുണ്ടോ? ഭാഷയിലെ ഇത്തരം അതിസൂക്ഷ്മമായ സൗന്ദര്യങ്ങൾ, അതിൻ്റെ കൊത്തുവേലകൾ, അതിൻ്റെ രൂപപരമായ രൂപശില്പത്തിലുള്ള ഭംഗികൾ, ഇത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിലൊരു തരം പരിശീലനത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും ആവശ്യകത ഇല്ലേ? പദങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണെങ്കിലും അതിൻ്റെ പ്രയോഗത്തിലാണെങ്കിലുമൊക്കെ ഏതൊരു തൊഴിലിലും കലയിലും ഒരു അഭ്യാസമില്ലേ? കൃത്യമായ പദം ഒരു കവിതയിൽ ഉപയോഗിക്കുക. ഇതിന് വൈലോപ്പിള്ളിയോളം മികച്ച ഉദാഹരണങ്ങളില്ല. ഒരു വാക്കുപയോഗിച്ച് പനിപ്പൊതികളായി തിരിച്ചു വരുന്ന, അങ്ങനെയാണ് പണപ്പൊതികളുമായിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയ ആസാം പണിക്കാർ തിരിച്ചു വരുമ്പോൾ പനിപ്പൊതികളായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഈ പദനിബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ആണ്. ഈ സംഘകാലത്ത് ചീത്തലൈ ചാത്തനാർ എന്ന പേരിലൊരു കവി ഉണ്ടായിരുന്നു. ചാത്തനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചീത്തലൈ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബഹുമതിയാണ്. അത് വരാൻ കാരണം ഈ കവി പദങ്ങൾ, ഉചിതമായ പദങ്ങൾ, അങ്ങനെ പദങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മാനറിസം ഉണ്ടായിരുന്നു. ഈ എഴുത്താണിയുടെ തലപ്പ് കൊണ്ട് തലയുടെ പിൻഭാഗത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വ്രണാവും. വീണ്ടും ആ പദം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ പദത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും തോണ്ടി. അങ്ങനെ ഈ വ്രണം പഴുക്കുകയും ചലമൊലിച്ച് ചീഞ്ഞ് കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഭാഷയ്ക്ക് വേണ്ടി, പദങ്ങൾക്ക് വേണ്ടി തല ചീഞ്ഞ മനുഷ്യനാണ് ചീത്തലൈ ചാത്തനാർ എന്ന് അക്കാലത്ത് രാജാവ് ഈ കവിക്ക് കൊടുത്ത സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ചീത്തലൈ. അപ്പം ഭാഷയ്ക്ക് വേണ്ടി, പദങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്വയം കുത്തി വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ അത്രമേൽ ഒരു 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 കാവ്യശില്പത്തിന് വേണ്ടി തൻ്റെ ഭാഷയിൽ പണിയെടുത്തിരുന്ന വലിയ വലിയ പൂർവികന്മാരുണ്ടായിരുന്നു. അത്രയൊന്നും വേണ്ട എങ്കിൽ പോലും ഇങ്ങനെ ഒരു പദധ്യാനം നമ്മുടെ പുതിയ തലമുറയ്ക്കുണ്ടോ, അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്ക് എഴുതലുണ്ടോ, അത് അന്വേഷിക്കേണ്ടതാണ്. പലപ്പോഴും ഞാൻ നേരത്തെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ളത് ഒരു പാൻറ്റിൻ്റെ പിൻ പോക്കറ്റിലിടാവുന്ന അത്ര പദങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് ചെറിയൊരു പദകോശം കൊണ്ടാണ് ഇതെല്ലാം എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇതൊരു പഴഞ്ചൻ ഒരു വരേണ്യ സവർണ പിന്നെ വാദമായി തള്ളാൻ നിരവധി യുക്തികൾ പറയാനുണ്ടാവും. വിശേഷിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും അല്ലെങ്കിൽ റീലുകളുടെയും ഒക്കെ ഈ വൈറൽ വിജയകാലത്ത് ഇതിനെയൊക്കെ തള്ളിക്കളയാൻ പറ്റും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, തിരയിൽ എഴുതുന്ന കവിതയും താളിൽ എഴുതുന്ന കവിതയും വ്യത്യസ്തമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും മാനദണ്ഡങ്ങൾ വേറെയാണ്. അതിൻ്റെ ഇപ്പോൾ താൾമൊഴി എന്ന് പറയുന്നത് ഈ പ്രിൻ്റഡ് ടെക്സ്റ്റുള്ള പാരായണക്ഷമതയുള്ള കവിതകളും ഈ തിരമൊഴിയിൽ വരുന്നത് അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി വായിക്കുന്ന ഈ കവിതകളുടെ ഘടനയും ശരിക്കും പറയാച്ചാൽ അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ട് തന്നെ വ്യത്യസ്ത മാനദണ്ഡങ്ങളുണ്ട്, വേണ്ടതാണ്. ഓരോന്നിനും മാധ്യമപരമായിട്ടുള്ള അതിൻ്റെ പരിമിതികളും സാധ്യതകളും ഉണ്ട്.
ഈ ഒരു മാധ്യമത്തിൽ വിജയിക്കുന്ന കവിത ചിലപ്പോൾ പാരായണത്തിൽ പ്രിൻ്റഡ് ടെക്സ്റ്റിൽ പരാജയപ്പെടുന്ന കവിത ചിലപ്പോൾ വേദിയിൽ വിജയിച്ചു എന്ന് വരും, അരങ്ങിൽ വിജയിച്ചു എന്ന് വരും. അരങ്ങിൽ വിജയിക്കുന്ന കവിത ചിലപ്പോൾ പാഠത്തിൽ ടെക്സ്റ്റായി വരുമ്പോൾ പരാജയപ്പെട്ടു എന്ന് വരാം. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഈ പാരായണക്ഷമതയുള്ള ഈ വരമൊഴി കവിതകളെ മാത്രമാണ്. ഈ കവിതാ പാഠത്തെക്കുറിച്ചും കവിതയുടെ പാഠശാലയും എന്ന് പറയുന്നത്, ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു കവിത പഠിക്കുക എന്ന് പറഞ്ഞാൽ കവിത വായിക്കുക എന്നേ അർത്ഥമുള്ളൂ. പാരായണം ചെയ്ത് ഗ്രഹിക്കുക എന്നാണ് പഠിക്കുക എന്നുള്ളതിന് അർത്ഥം. അപ്പോൾ ഒരു കവിതയുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ കാവ്യപാഠം, ആ പാഠവിശകലനമാണ് കാവ്യ ആസ്വാദനം എന്ന് പറയുന്നത്. ഓരോ പാരായണവും ഓരോ പാഠവിശകലനമാണ്, ഓരോ പാഠനിർമ്മിതിയുമാണ്. ഈ രണ്ട് തരത്തിലുള്ള പ്രതിഭയെക്കുറിച്ച് പറയുമല്ലോ, ഭാവയത്രി, കാരയത്രി, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സഹൃദയനും ഈ കവിക്ക് തുല്യം പ്രതിഭാശാലിയായിരിക്കും. അപ്പോൾ ഒരു പാഠത്തിൽ നിന്ന് ഭിന്ന പാഠങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് കവിതകളുടെ സാധ്യതകൾ. നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞില്ലേ, ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെടാതെ വരുന്ന കവിതയാണ് ഇപ്പോൾ വേറൊരർത്ഥത്തിൽ പുതിയ ശ്രദ്ധേയമായ ഒരു പുതിയ പാഠഭേദം അതുണ്ടാവുകയാണ്, ഒരു കാലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വൈലോപ്പിള്ളി കവിത എനിക്ക് എങ്ങനെ ഒരു പാഠശാലയായി എന്നുള്ളതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വൈലോപ്പിള്ളി കവിതാനുഭവം എന്ന് പറയുന്നത്, നേരത്തെ ദുർഗാപ്രസാദ് പറഞ്ഞതുപോലെ പാഠശാലയിൽ നിന്ന് തന്നെയാണ്, സ്കൂളിൽ നിന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ നന്നായി പദ്യം ചൊല്ലുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവന് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടായിരുന്ന ഒരു കവിത മനോഹരമായിട്ട് ചൊല്ലി. ആ ചൊല്ലിയതിൻ്റെ ഈണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് അവൻ ചൊല്ലിയതിൻ്റെ ഏതാണ്ടൊരു രൂപത്തിൽ ഞാനൊന്ന് ചൊല്ലാം. ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ, തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴിപ്പയറൻ മകൾക്കു കൊടുത്തുപോയി, ഉപ്പിട്ടു തിരികെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ. തിരികെ വരുന്നേരമെന്തു ചൊല്ലേണ്ടു, ഉരിയെ പയറുള്ളു ചട്ടിയിൽ, ഒട്ടാകെ ഉരിയെ പയർമണി കണ്ടതുള്ളൂ. ഇങ്ങനെ പോകുന്നു. ഈ പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോകും എന്നുള്ള പരമാർത്ഥം, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോകും എന്നുള്ള പരമാർത്ഥമറിയാതെ പൊന്നുമോളെ ഞാൻ കൊന്നു എന്നാണ് ആ സങ്കടം. അങ്ങനെ പശ്ചാത്തല വിവശമായിട്ടുള്ളൊരു വിലാപമാണ് ഈ കവിത. അപ്പം ഇത് എഴുതിയ കവി വൈലോപ്പിള്ളിയാണെന്നൊന്നും അന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കരഞ്ഞുപോയി ഇത് കേട്ടിട്ട്. ആ അമ്മയുടെ ഒരു അറിയാതെ ചെയ്തൊരു പാതകവും അതിൻ്റെ ഒരു സങ്കടവും ഒക്കെ ആ കുട്ടിയുടെ ആ ചൊല്ലലും അതെ ഒരു വിലാപം പോലൊരു ചൊല്ലലായിരുന്നു. അപ്പോൾ ആ ഈണം അത്രയ്ക്ക് ഹൃദയസ്പർശിയായിരുന്നു. സത്യത്തിൽ ഈ പയർ വറക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുറയുന്നുള്ള അങ്ങനെ യുക്തിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അർത്ഥമറിയാതെയും കവിത ആസ്വദിക്കാൻ കഴിയുന്നുള്ളതിന് നല്ലൊരു ഇതായിട്ട് എനിക്ക് ആ അനുഭവം ഉള്ളത്. പിന്നീട് ഞാൻ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു അനുഭവം ഉണ്ടായത്, ഇതുപോലെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് റഫീഖ് അഹമ്മദിൻ്റെ തോരാമഴ എന്നുള്ള കവിത കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലാസ്സിൽ ഒരൊറ്റ തവണയെ ചൊല്ലിക്കൊടുത്തുള്ളൂ. അപ്പോൾ ഉമ്മുക്കുലുസു മരിച്ചെന്ന രാത്രിയിൽ ഉമ്മ തനിച്ചു കരഞ്ഞിരുന്നു തുടങ്ങുന്ന ആ കവിത ഞാൻ ചൊല്ലി, ആ കവിത മുഴുവൻ ചൊല്ലി. അപ്പോൾ ഞാൻ മലയാളം ക്ലാസ് എടുക്കുന്നത് ആ സ്കൂളിലെ ഏറ്റവും പോക്കിരികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിലാണ്. മിക്കവാറും പേരും നിരക്ഷരരാണ്, മലയാളം തന്നെ ശരിക്കും എഴുതാൻ അറിയില്ല. പക്ഷേ അതിൽ പിൻബെഞ്ചിലിരുന്ന ഒരുത്തൻ ഈ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവന് കണ്ണു തുടയ്ക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കുട്ടികൾക്ക് അർത്ഥമൊന്നും അറിയേണ്ട കാര്യമില്ല. ശരിക്കും നല്ലൊരു ടീച്ചറാണെങ്കിൽ നന്നായിട്ട് ചൊല്ലി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അങ്ങനെയല്ലേ ഈ രാമായണമൊക്കെ ഈ ഭാഗവതമൊക്കെ ചൊല്ലി കേൾക്കുന്നത് മുഴുവൻ അർത്ഥം അറിഞ്ഞിട്ടാണോ? അപ്പോൾ ഇത് ആ ഒരു കഴിവ് ഭാഷയുടെ കവിതയുടെ ഒരു വലിയ സാധ്യതയാണ് ഈ അതിൻ്റെ ചൊൽവഴക്കം എന്ന് പറയുന്നത്. അതൊരു പാഠമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
സത്യത്തിൽ ഈ എന്താ പറയുക, മലയാളികളുടെ ഈ കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്നത് ഈ കവിത കേൾക്കുമ്പോൾ ഞാൻ പിന്നീട് 8-ലോ 9-ലോ പഠിക്കുന്ന കാലത്ത് ആണ് മാമ്പഴം പഠിക്കുന്നത്. മാമ്പഴം പഠിക്കുന്ന സമയത്ത് അതിലെ അമ്മയെ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. കാരണം ഈ ചങ്ങാലിപ്രാവാണ് ആ അമ്മ. കാരണം ഈ കുഞ്ഞിനെ അറിയാതെ പയറ് വറുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്നുള്ള പരമാർത്ഥം അറിയാതെ കുഞ്ഞിനെ ശകാരിച്ചു കൊന്ന ആ ചങ്ങാലിപ്രാവിൻ്റെ മറ്റൊരു രൂപം ഈ അമ്മയിലുണ്ട്. ഈ മാമ്പൂക്കുല തല്ലി ഇട്ടിട്ട് ശകാരിച്ചിട്ടാണല്ലോ എന്ന്. അപ്പോൾ ആ അമ്മയെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കവിത കേട്ടിട്ട് ഞാൻ ക്ലാസ്സിൽ കരഞ്ഞുപോയി. ചില കണ്ണിൽ വെള്ളം വന്നു. ആ കണ്ണുനീർത്തുള്ളി, മലയാളിയുടെ കണ്ണുനീർത്തുള്ളിക്ക് സത്യത്തിൽ മാമ്പഴത്തോളം വലുപ്പമുണ്ട് എന്ന് പറയാം, അല്ലേ? അതിലൊരു തുള്ളി റഫീഖ് അഹമ്മദിൻ്റെ തോരാമഴ എന്നുള്ള കവിതയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ചങ്ങാലിപ്രാവും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നു കുറേ കാലം. പിന്നീട് വീണ്ടും ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് വീണ്ടും മാമ്പഴം പഠിക്കാൻ വന്നു. അപ്പോഴേക്കും ഞാൻ MN വിജയൻ മാഷിൻ്റെയും ലീലാവതി ടീച്ചറുടെയും ഒക്കെ മനഃശാസ്ത്ര പഠനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ മാമ്പഴമല്ല, ഇത് സാധാരണ അമ്മയല്ല, സാധാരണ അമ്മിഞ്ഞയല്ല, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഉള്ളിയുടെ ഈ ലെയറുകൾ പോലെ ഒരു പാഠത്തിനകത്ത് എത്ര ലെയറുകളാണ്, എത്ര അടരുകളാണ്, അർത്ഥത്തിൻ്റെ അനന്തമായ അടരുകളുണ്ട്. നമ്മൾ ഇതിനകത്ത് കവിതയിൽ ഇങ്ങനെ ചുഴിഞ്ഞ് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിജയൻ മാസ്റ്ററുടെയും ലീലാവതി ടീച്ചറുടെയും നേരത്തെ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞല്ലോ, അത്തരം പഠനങ്ങളിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതേ മാമ്പഴം, അതായത് 8-ൽ പഠിച്ച മാമ്പഴം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേക്കും അത് വലിയ മാമ്പഴമായി. ആ മാമ്പഴത്തിൻ്റെ വലിപ്പം വലുതായി, അതിൻ്റെ രുചിയും മധുരവും അതിൽ നിന്നുള്ള കണ്ണീരും ഒക്കെ കൂടി. അപ്പം ഞാനും എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് അതേപോലെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മാമ്പഴത്തിനൊരു ആസ്വാദനം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, അതിലെ ചില പ്രയോഗങ്ങൾ കൊണ്ട് ഈ അമ്മയെയും ഉണ്ണിയെയും വേറൊരർത്ഥത്തിൽ, അതായത് വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ എന്നുള്ള വിളി, തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരുക, അതുപോലെ തായതൻ നൈവേദ്യം. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഉണ്ണി ഒരു ഉണ്ണിക്കണ്ണനാണെന്നും ആ അമ്മ ഒരു പക്ഷേ ഒരു യശോദയാണെന്നും ഈ മലയാളിയുടെ മനസ്സിലുള്ള ഏതൊരു അമ്മയുടെ മനസ്സിലുള്ള ചിരന്തനമായ ബാല്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണെന്നൊക്കെ ഞാൻ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ആ ഒരു കാലം. വിജയൻ മാഷ് പഠിച്ചതിൽ പിന്നെ വൈലോപ്പിള്ളിയെക്കുറിച്ച് വേറെ ആർക്കും മിണ്ടാൻ പറ്റാതായി. കാരണം വേറെ ഇനി കുഴിക്കാൻ ബാക്കിയില്ലാത്ത വിധം വലിയൊരു ഖനനം വിജയൻ മാഷ് വൈലോപ്പിള്ളി കവിതയിൽ നിർവഹിച്ചു കഴിഞ്ഞു. മാഷോളം വൈലോപ്പിള്ളിയെ ഉദ്ധരിച്ചിട്ടുള്ള പ്രഭാഷകൻ വേറെയില്ല. ഞാൻ എത്രയോ പ്രഭാഷണങ്ങൾ വിജയൻ മാഷ് കേൾക്കാൻ വേണ്ടിയില്ല, ഇവിടെ തന്നെ വന്നിട്ട് വിജയൻ മാഷ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വന്നില്ല. വൈലോപ്പിള്ളിയെ ഉദ്ധരിക്കാത്ത ഒരു പ്രഭാഷണം പോലും ഉണ്ടാവില്ല. ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അവതാരിക ചോദിച്ചു വാങ്ങിയതാണ്. MN വിജയൻ മഹാരാജാസിൽ MA പഠിക്കുന്ന വിജയൻ മാഷിന് അടുത്ത് പോയിട്ട്, വിദ്യാർത്ഥിയായ വിജയൻ മാഷിൻ്റെ അടുത്ത് പോയിട്ട് അധ്യാപകനായ മാഷ് അവതാരിക, ഓണപ്പാട്ടുകാർക്ക് അവതാരിക വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ പഠിക്കാനും പഠിപ്പിക്കാനും, ഞാൻ പാഠശാലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വൈലോപ്പിള്ളി കവിതയോളം മാതൃകാപരമായിട്ടുള്ള പാഠങ്ങൾ വേറെയില്ല. അതൊരു വിദ്യാർത്ഥി എന്ന നിലയിലും അധ്യാപകൻ എന്നുള്ള നിലയിലും എൻ്റെ അനുഭവമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, രൂപപരമായി അപഗ്രഥിക്കാനും ആശയപരമായി ഉദ്ഗ്രഥിക്കാനും പറ്റിയ രചനകൾ വൈലോപ്പിള്ളി കവിതകളെപ്പോലെ വേറെ ഒന്നില്ല. ഈ ഒരു ബോധന സാധ്യത ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ലാസിക് കവിതകൾക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് മുറികൾ അധികവും ആസ്വാദനത്തിൽ ഊന്നിയിട്ടുള്ളതാണ്. ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ള റൈറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പുകൾ നമ്മളെ ക്ലാസ് മുറിയിൽ നടക്കാറില്ല. ഇപ്പോൾ ഒക്കെ അങ്ങനെ എന്തോ സർഗാത്മക രചന എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സുകൾ ഉണ്ടെങ്കിലാണ് വൈലോപ്പിള്ളി കവിതകളുടെ പുതിയ സാധ്യതകൾ ഉണ്ടാവുക. ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലെ തന്നെ പ്രധാനമാണ് ക്രിയേറ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. സർഗാത്മക രചന പോലെ തന്നെ സർഗാത്മക വായനയും പ്രധാനമാണ്. ഈ വൈലോപ്പിള്ളിക്കുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്,
ഈ വായനക്കാരുടെ സർഗാത്മകതയെ പറ്റി വലിയ സംശയമുള്ള ആളായിരുന്നു വൈലോപ്പിള്ളി. വായനക്കാരൻ്റെ വിശ്വാസത്തിൽ എടുക്കുകയില്ല, വലിയ സംശയാലുമായിരുന്നു. മനസ്സിലായോ എന്ന് ചോദിക്കുന്നൊരു മാഷുണ്ടല്ലോ, അത് ഈ വൈലോപ്പിള്ളി കവിതയുടെ എല്ലാ വരികൾക്കിടയിലും തലപൊക്കിയിട്ട് ഈ കണ്ണടയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു മാഷ് വൈലോപ്പിള്ളി കവിതയുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ കന്നിക്കൊയ്ത്തിലെ ആദ്യത്തെ സമാഹാര കന്നിക്കൊയ്ത്തിലെ കവിതകൾക്ക് അദ്ദേഹം എഴുതിയ അടിക്കുറിപ്പുകൾ നോക്കിയാൽ നമുക്ക് ചിരി വരും. ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിന് അദ്ദേഹം അടിക്കുറിപ്പ് എഴുതി. ഇപ്പോൾ ഉദാഹരണത്തിന്, പൊന്നുഷസ്സിൻ്റെ കൊയ്ത്തിൽ നിന്ന് ഊരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ. അതിൽ ഈ പൊന്നുഷസ്സിൻ്റെ കൊയ്ത്തിൽ നിന്ന് ഊരി ചിന്നിയ കതിർ എന്നുള്ളതിന് മൂപ്പര് നക്ഷത്ര ചിഹ്നിട്ട് കൊടുത്തിരിക്കുകയാണ്. പ്രഭാതത്തിലെ ചുവപ്പും മഞ്ഞയും കലർന്ന രശ്മികൾ. എന്തൊരു ബോറൻ കവിയാണെന്ന് നമ്മൾ ചോദിക്കും. ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കവിത ആസ്വദിക്കാൻ വല്ല രസമുണ്ടായിരിക്കും. അപ്പം ഈ സഹൃദയന് വിട്ടുകൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ എന്താ കാര്യം വെച്ചാൽ തൻ്റെ കൽപ്പനകൾ പിടികിട്ടാതെ പോകുമോ എന്ന ആശങ്കയാണ് കവിക്ക്. അല്ലെങ്കിൽ ഈ വായനക്കാർ തൻ്റെ കൽപ്പനയ്ക്ക് ഒത്തേ നടക്കാവൂ എന്നുള്ള ഒരു ശാഠ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അതിനൊരു കാരണം എന്താ വെച്ചാൽ, വിജയൻ മാഷ് തൻ്റെ കവിതകളെ വായിച്ചെടുത്ത ആ മനഃശാസ്ത്ര നിരൂപണങ്ങൾ, ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ആനൽ ഇറോട്ടിസം പോലെയുള്ള കാര്യങ്ങൾ, സാരി നീ ചെരിച്ചെറ്റിപ്പോകെ മൃദുരോമ ചാരുവാം കണങ്കാൽ കണ്ട് എനിക്ക് പാവം തോന്നി, അങ്ങനെയുള്ള വരികളിലൊക്കെയാണ്. മനോഹരമായിട്ടുള്ള വരികളുടെ പിന്നിലൊക്കെ ഈ ആനൽ ഇറോട്ടിസം പോലുള്ള മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊന്നും വൈലോപ്പിള്ളി മാഷ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. വൈലോപ്പിള്ളിയെ പോലെ ഇത്രമേൽ അടിക്കുറിപ്പുകൾ എഴുതിയ കവി വേറെയില്ല. എന്നാൽ ഇടശ്ശേരി മുഗൾ കുറിപ്പുകളെ എഴുതിയിട്ടുള്ളൂ. അതാണ് രസം. ഇടശ്ശേരി തൻ്റെ കവിതകൾക്ക് ഒരിക്കലും അടിക്കുറിപ്പ് എഴുതിയിട്ടില്ല. പക്ഷേ ആ കവിതയുടെ ആരംഭത്തിൽ ഒരു ഹ്രസ്വമായ ഒരു ആമുഖം ഉണ്ടാവും. ആ ആമുഖത്തിന് ഒരു പക്ഷേ ഈ കവിതയുടെ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ബിംബിസാറിൻ്റെ ഇടയൻ പോലുള്ള കവിതകൾക്ക് എഴുതിയ ആമുഖം അദ്ദേഹം നാലാപ്പാട്ട് തറവാട്ടിൽ പോയി ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടൊരു കാര്യമൊക്കെ. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കവിത ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ഏറ്റവും ഈ കവികൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇടശ്ശേരി വൈലോപ്പിള്ളിയേക്കാൾ വായനക്കാരെ വിശ്വാസത്തിലെടുത്ത കവിയാണ്. ഇടശ്ശേരിയുടെ കവിത അയഞ്ഞതും തുറന്നതുമാണ്. വൈലോപ്പിള്ളിയത് അങ്ങനെയല്ല, അടഞ്ഞതും കുറച്ചൊന്നും മുറുകിയതുമാണ്. വായനക്കാരനെ അങ്ങനെ പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം അടിക്കുറിപ്പുകൾ വേണ്ടി വന്നത്. ഇത് രണ്ടും ഈ കവികളുടെ മനോഘടനയുടെ ഒരു പ്രത്യേകതയെ കാണിക്കുന്നില്ലേ എന്ന് സംശയിക്കുന്നു. മാത്രമല്ല, വായനക്കാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതിരിക്കാൻ വൈലോപ്പിള്ളിക്ക് വേറെയും കാരണങ്ങളുണ്ട്. അത് ഈ കാവ്യലോക സ്മരണകളിൽ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കൗമാരത്തിൽ മാഷ് കവിതകൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, കുടുംബകാരണവരായിരുന്നു, ഒരു ചങ്ങരങ്കോത കൃഷ്ണൻ കർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ കൃഷ്ണൻ കർത്താവ് വളരെ ഫോർമലിസ്റ്റാണ്, ഒരു രൂപമാത്രവാദിയും പിന്നെ പഴഞ്ചനും മാമൂൽ പ്രിയനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കവിത എഴുതി കഴിഞ്ഞാൽ പുതിയ പരമപുച്ഛാണ് ഇദ്ദേഹത്തിന്. എന്നാലും വൈലോപ്പിള്ളി കവിത എഴുതി കഴിഞ്ഞാൽ ചെറുപ്പ വിദ്യാർത്ഥിയാണ്, കൊണ്ടുവന്ന് വായിക്കാൻ പറയും. അങ്ങനെ വായിച്ച ഉടനെ വിമർശിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരിക്കൽ അതിൽ പറയുന്നൊരു അനുഭവമുണ്ട്. ഒരു കവിത വായിച്ചു, അതിലൊരു ഇരടിയുണ്ട്. ഇതാണ്: വീഥി പെട്ടെന്നു നിശ്ചലമായി ഒരു വീണതൻ മൃദുക്വാണങ്ങൾ കേൾക്കയാൽ. വീഥി പെട്ടെന്നു നിശ്ചലമായി ഒരു വീണതൻ മൃദുക്വാണങ്ങൾ കേൾക്കയാൽ. കൃഷ്ണൻ കർത്താവ് ഉടനെ തടസ്സവാദം പറഞ്ഞു. വീഥി പെട്ടെന്ന് നിശ്ചലമായത്ര. വീഥി ചലിച്ചിട്ട് വേണ്ട നിശ്ചലമാവാൻ. ആളുകൾ ചലിക്കുന്നു, വാഹനങ്ങൾ ചലിക്കുന്നു, വീഥി ചലിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിശ്ചലമാവുക? ഇജ്ജാതി ഈ മുരടൻ തടസ്സവാദങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുക, ഈ കൃഷ്ണൻ കർത്താവ്. പക്ഷേ ഈ കൃഷ്ണൻ കർത്താവിൻ്റെ ഇത്തരം പിന്നെ സമ്പർക്കം, കൃഷ്ണൻ കർത്താവ് അദ്ദേഹം പറയുന്നുണ്ട്, കൃഷ്ണൻ കർത്താവുമായിട്ടുള്ള ഈ സമ്പർക്കം ഞാൻ അറിയാതെ എന്നിൽ ചില കടുംപിടുത്തങ്ങളുടെ കല്ല് പാവുകയുണ്ടായി എന്ന് വൈലോപ്പിള്ളി ആത്മകഥയിൽ പറയുന്നുണ്ട്. പിന്നൊന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപക ജീവിതം. അധ്യാപകൻ പൊതുവേ എന്താ പറയുക, സംശയാലുവാണ്. കുട്ടികളെ വിശ്വാസത്തിലെടുക്കില്ല ഒരിക്കലും. കാരണം താൻ അറിവുള്ള ആളും അവൻ അറിവില്ലാത്ത ആളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മനസ്സിലായില്ലേ എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്.
ഒന്നാമത് അധ്യാപനം എന്ന് പറയുന്നത് പരത്തിപ്പറയലിൻ്റെ കലയാണ്, കവിത ചുരുക്കി പറയലിൻ്റെ ഒരു കലയാണ്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും അങ്ങനെ ചേർന്ന് പോവില്ല. എന്നാൽ ആ കാലത്ത് ജീവിച്ചിരുന്ന 3 സമകാലികരാണ് വൈലോപ്പിള്ളിയും കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി. അതിൽ ഇടശ്ശേരി സ്കൂൾ മാഷല്ല. വൈലോപ്പിള്ളിയും കുഞ്ഞിരാമൻ നായരും സ്കൂൾ അധ്യാപകരായിരുന്നു. വൈലോപ്പിള്ളിയെ എല്ലാവരും വൈലോപ്പിള്ളി മാഷ് എന്ന് വിളിച്ചു. കുഞ്ഞിരാമൻ നായർ ആരും കുഞ്ഞിരാമൻ നായർ മാഷേ എന്ന് വിളിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഈ കുഞ്ഞിരാമൻ നായർ സ്വയം മാഷായിട്ട് കരുതിയിട്ടേ ഇല്ല. അദ്ദേഹം കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ നിന്ന് ആണ് റിട്ടയർ ചെയ്തത്. ആ റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു കുമ്പസാരം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചു, എന്നാൽ ഞാനൊരു രഹസ്യം പറയാം, ഇനി തുറന്ന് പറയാം, എനിക്ക് ആരെയും പേടിക്കാനൊന്നുമില്ല, കാരണം ഈ എൻ്റെ നേരെ ശിക്ഷാ നടപടികളൊന്നും വരില്ലല്ലോ, ഞാൻ റിട്ടയർ ചെയ്യണം. ഞാൻ ഇന്നേ വരെ കുട്ടികളുടെ ഉത്തരക്കടലാസ് പരിശോധിച്ചിട്ടില്ല, ഞാൻ ഇന്നേ വരെ കുട്ടികളുടെ കോമ്പോസിഷന് നോക്കി കൊടുത്തിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. കുട്ടികളും അദ്ദേഹത്തിനെ കവി എന്നാണ് വിളിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയ്ക്കിട്ട പേര് കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ളതാണ്. എന്തൊരു കോൺഫിഡൻസാണത്, ഞാൻ കവിയാണ് എന്നുള്ള. എത്ര പേർക്ക് ഇങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി ഇങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ വൈലോപ്പിള്ളി മാഷ് എന്ന് വിളിച്ചത് നല്ല മാഷായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മുല്ലനേഴി മാഷ് വൈലോപ്പിള്ളിയുടെ ശിഷ്യനായിരുന്നു. മുല്ലമാഷ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാഷാണ്. അത് എൻ്റെ അടുത്ത് മുല്ലമാഷ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ മാഷ് പറഞ്ഞ ഒരു അനുഭവം കൂടി ഓർമ്മ വരികയാണ്. വൈലോപ്പിള്ളി പിന്നെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന സമയത്ത് പിന്നെ മുല്ലമാഷ് ഭാര്യയും കൂടി കാണാൻ ചെന്നപ്പോൾ കവി പറഞ്ഞു അത്ര ഭാര്യയോട്, ശ്രീദേവി നീലകണ്ഠന് രാത്രി എഴുതാനിരിക്കുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കണം. അത് അയാൾക്ക് വേണ്ടി മാത്രമല്ല, അത് മലയാളത്തിനും കൂടി വേണ്ടിയാണ്. എന്തൊരു മനോഹരമാണ്. എന്നിട്ട് മുല്ലമാഷ് ഇത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ഇതാണ്. ഇപ്പോൾ വൈലോപ്പിള്ളി മാഷ് ഇതേപോലെ രാത്രി ഉറക്കൊഴിച്ചിട്ടുണ്ടാവും, പക്ഷേ സ്വന്തം ആയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും, കാരണം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ മാത്രമല്ല ചായയെക്കുറിച്ചാണ് പറഞ്ഞത്. ചായയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചായയും സല്ലാപവും പുതുതായി ഭവാൻ തീർത്ത് ചാരുവാം കവിതയും ശങ്കരക്കുറുപ്പിനെ കാണാൻ ചെന്നപ്പോൾ ചായയെക്കുറിച്ച് പറയുന്നുണ്ട്. വേറെ ഒരു ചായയെക്കുറിച്ച് തന്നെ ഒരു കവിത ഉണ്ട്. തോഴരേ വരൂ ചാരുഗന്ധത്താൽ ക്ഷണിക്കും ഈ ചായയെ, ചിദാനന്ദ ഛായയെ ചുംബിക്കുവാൻ. എന്തൊരു മനോഹരമായ കൽപ്പനയാണ് ആ ചായയ്ക്ക്. ഈ ഇത് കടയിൽ കിട്ടില്ല, ഈ ചിദാനന്ദ ഛായ കിട്ടില്ല, മസാല ചായ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം ചില അനുഭവങ്ങൾ മുല്ലമാഷ് മാത്രമാണ് ഈ വൈലോപ്പിള്ളി മാഷെക്കുറിച്ച് എൻ്റെ അടുത്ത് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞത്. മാത്രമല്ല മുല്ലമാഷ് ആ ഊഞ്ഞാലിൽ നിന്നുള്ള കവിതയൊക്കെ ചൊല്ലുന്നത് എന്തൊരു മനോഹരമായിട്ട് ചൊല്ലുന്നത്, അതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ ഒരേ സമയം ഈ കവിയും അധ്യാപകനുമായിരിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. വൈലോപ്പിള്ളി മാഷക്ക് ഇത് അറിയാം. അധ്യാപക വൃത്തി കവികർമ്മത്തിന് ഒരു തലയ്ക്കും സഹായകമല്ല എന്ന് വൈലോപ്പിള്ളി മാഷും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പിന്നെ കാവ്യലോകസ്മരണകളിൽ ഇടശ്ശേരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇടശ്ശേരി അധ്യാപകനായിരുന്നില്ല, അദ്ദേഹം വക്കീൽ ഗുമസ്തനായിരുന്നു. അതുകൊണ്ട് ധാരാളം ലോകപരിചയം ഉണ്ടാവുകയും വ്യത്യസ്തമായ ഒരു മൗലികമായ ആശയാവിഷ്കാരങ്ങൾ സാധിക്കാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ അധ്യാപക ജോലിയും ഈ കവി മിക്കവാറും കേരളത്തിലെ എല്ലാ കവികളും അധ്യാപകരാണ് കേട്ടോ. അത് വേറെ, പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ യോജിച്ച് പോകാത്തൊരു കാര്യമാണെന്നാണ്. ഇത് വള്ളത്തോൾ മാത്രമാണ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആൾ. വള്ളത്തോളിന് ഏതൊരു സ്കൂൾ മാനേജർ ഈ ഒരു മുൻഷിപ്പണി തരാം എന്ന് പറഞ്ഞതേ പറ്റില്ല എന്നത്, വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് കാരണമായിട്ട് പറഞ്ഞത്, എനിക്ക് ഉച്ചയ്ക്കൊരു ഉറക്കമുണ്ട്, അത് സ്കൂളിൽ മാഷായാലും നടക്കില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ മാഷന്മാർ അങ്ങനെയല്ല കേട്ടോ, ഇത് രണ്ടും ചെയ്യും. ഉച്ചമയക്കവും സാധിക്കും, ഇതും സാധിക്കും. അപ്പോൾ ഈ പട്ടിണി കിടന്നാലും കവിത മാത്രം തൊഴിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഒരിടത്ത് ഈ വൈലോപ്പിള്ളി പറയുന്നുണ്ട്.
അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇത്. കവിത എന്നുള്ളത് ആവിഷ്കാര മാധ്യമവും തൻ്റെ ജീവനോപാധിയും കൂടി ആയിരിക്കുക എന്ന് പറയുന്ന ഇതിൽ പരം ഒരു യോജിപ്പ് വരാനില്ല. അത് ഏതൊരു കവിയുടെയും ജീവിതാഭിലാഷമായിരിക്കും. പക്ഷേ എത്ര ആൾക്ക് സാധിക്കും കവിത കൊണ്ട് ജീവിക്കാൻ? കവിത കൊണ്ടല്ല, എഴുത്തുകൊണ്ട് ജീവിക്കുന്ന എത്ര എഴുത്തുകാരുണ്ട്? വിരൽ എണ്ണാവുന്ന ചുരുക്കം ചിലർക്കൊഴികെ ആർക്കും എഴുത്തുകൊണ്ട് നിന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. മാത്രമല്ല എഴുത്തുകാരൻ പ്രതിഫലം ചോദിക്കുന്നത് എന്തോ ഒരു വലിയ പാതകമായിട്ടാണ്. ഇതൊരു സാമൂഹ്യ സേവനമായിട്ടാണ് നമ്മുടെ ഈ സമൂഹം പൊതുവെ കാണുന്നത്. അപ്പോൾ ഇതിനെ പലപ്പോഴും ഞാൻ വിമർശിക്കാറുണ്ട്. കാരണം വെച്ചാൽ എഴുത്തുകാർക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യത എഴുത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ വേറെ ആ എഴുത്ത് നമ്മുടെ ഭാഷയ്ക്ക് വലിയൊരു സാധ്യതയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമൂഹത്തിന് സാഹിത്യത്തിന് സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന് പറയുന്ന പോലെ തന്നെ സമൂഹത്തിനൊരു സാഹിത്യ പ്രതിബദ്ധത തിരിച്ചും വേണം. ഈ കലാകാരന്മാരെ അല്ലെങ്കിൽ എഴുത്തുകാർക്കോ ഈ പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിലും. പോട്ടെ, അത് ഒരു വിഷയമല്ല. ഞാൻ വൈലോപ്പിള്ളിയുടെ ഈ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. എനിക്ക് എഴുത്ത് മാത്രം കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വൈലോപ്പിള്ളി കവിതയിലെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ പഴുതടച്ച പദശില്പമാണ് കവിതയിലെ. ഏതാണ്ട് ക്ഷേത്രഗോപുരങ്ങളെപ്പോലെ നമുക്കൊന്ന് ഇളക്കി നോക്കാനോ മാറ്റിവെക്കാനോ സാധിക്കാത്ത അത്രയും ഘനഗംഭീരങ്ങളായിട്ടുള്ള പദശില്പങ്ങളായിരിക്കും ഓരോ കവിതയും. അതിൽ ഓരോ കല്ലും കൊത്തുപണി നിറഞ്ഞതായിരിക്കും. എല്ലാ കല്ലുകളും ഈ ശില്പത്തിൻ്റെ ഈ ഭാഗമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു വാസ്തുവിൻ്റെ ഒരു സമഗ്ര സൗന്ദര്യം ഇത്തരം വലിയ ഗോപുരങ്ങൾക്ക് മുമ്പിൽ ഭക്തിയോടെ നിന്ന് തൊഴാനേ കഴിയുള്ളൂ. നമുക്കൊന്നും അതിൽ ഒരു കല്ലും ഇളക്കി മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു ശില്പമാണ്. വായനക്കാരിൽ നിന്ന് കവി പ്രതീക്ഷിച്ചതും അങ്ങനെയാണ്. അതിലൊന്നും തുടരുത്, നിങ്ങൾ അകലെ നിന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെയുള്ള ഒരു നിലപാട് കവിക്കുണ്ടായിരുന്നതായും എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ കൽപ്പന മനസ്സിലാകുമെന്നുള്ള സംശയം മാത്രമല്ല, തൻ്റെ കൽപ്പനയ്ക്ക് പുറത്ത് പോകുമോ എന്നുള്ള ഭയവും ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ഈ പദശില്പത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയുന്നുള്ളൂ, കാരണം സമയം ഒരുപാടായി. ഓണപ്പാട്ടുകാരിലെ ആ അവസാനത്തെ ഭാഗം മാത്രം മതി. എന്തൊരു ശില്പമാണ്! ഞാൻ നേരത്തെ അത് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയേണ്ടത്. നോക്കൂ, അത്രയുമല്ല പുരാതന കാഞ്ചനകാലം പുൽകിയ കണ്ണാൽ ഭാവിയുരുത്തിരിയുന്ന വിദൂരതയെങ്കിലും ഒരു തിരുവോണം കാൺമൂ ഞങ്ങൾ. അധുനാതന യുഗമനുജാവലിയുടെ അനുതാപാർഹ ജനുസ്സു കുഴഞ്ഞൊരു മഹിതാകൃതിയം മാനവ ജീവിത ശില്പമുദിപ്പതു കാൺമൂ ഞങ്ങൾ. നഷ്ടവസന്ത സ്ഥലികളിൽ നിന്നു സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റുപറക്കും പക്ഷികൾ പോൽ ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ പോയതിൽ നിന്ന് ഇനി എന്നോ വിരിയുന്നായതിലേക്ക് കുതിക്കുകയാണെന്ന് ആയത വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര ചിന്താസങ്കല്പങ്ങൾ. എന്താണ് ആ മഴവില്ല്! നോക്കൂ, ചേണോട് കാലധനുസ്സിൽ തങ്കക്കോണുകൾ ചേർത്തു മുറുക്കിക്കെട്ടിയ ഞാണുകൾ ഞങ്ങളുടെ പാട്ടുകൾ, ഇളയപ്പൂണുക ഞങ്ങളുടെ വില്ലടിനാദം. എത്തൊരു ഗംഭീരമായിട്ടുള്ള ശില്പമാണത്. അതിൽ നിന്ന് ഒരു പദം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വേറൊന്നും പകരം വയ്ക്കാനാവാത്ത വിധത്തിലുള്ള അത്രയും തികഞ്ഞ ശില്പം. ഇത്തരം കൃതികൾ പഠിക്കുക എന്നുള്ളത്, ഇത് വിശകലനം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കവിതയിൽ അഭിരുചിയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരു വലിയ പാഠശാലയാണ് ഇത്തരം ടെക്സ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്തരം അഭ്യാസം ഇല്ലാതെ നമുക്ക് കവിതകൾ എഴുതാൻ ഒരു തരം എന്താ പറയുക, ഒരു ഉദാസീനവാദങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഭ്യാസം കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യും. ഒരു നർത്തകിയാവണമെങ്കിൽ, ഒരു ഗായികയാവണമെങ്കിൽ അഭ്യാസം കൂടാതെ സാധിക്കുമോ? അപ്പോൾ ഈ കവിത മാത്രം നിങ്ങൾക്ക് സംസാര ഭാഷ ഉണ്ടായാൽ അത് സാധിക്കുന്നുള്ളതല്ല. അതിൻ്റേതായ ശില്പത്തിന്, ആ ക്രാഫ്റ്റിനൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു കലയിലും തൊഴിലിൻ്റെ ഒരു അംശമുണ്ട്, ഏതൊരു തൊഴിലിലും കലയുടെ ഒരു അംശവും കൂടിയുണ്ട്. ഒരു സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസറാണെന്ന് ഈ ഒരു റഷ്യൻ തിയേറ്റർ ഡയറക്ടറുണ്ട്, മേയർ ഹോൾഡ്, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല വാൻഗോഗ് തൊഴിലെടുക്കുന്ന ആളുകളെയാണ് വരച്ചിരുന്നത്. അപ്പോൾ ഒരു സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമാണ്. അപ്പോൾ ഇതിൽ രണ്ടുമുണ്ട്, കലയിൽ ഈ തൊഴിലുമുണ്ട്, തൊഴിലിൽ കലയുടെ അംശമുണ്ട്, അഭ്യാസത്തിൻ്റെ ഒരു ആവശ്യകതയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഴയ കാലത്ത് ഇത് കളരികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാഹിത്യ കളരികളുണ്ടായിരുന്നു. വള്ളത്തോൾ കളരി, കൊടുങ്ങല്ലൂർ കളരി, വള്ളത്തോൾ കളരി, പൊന്നാനി കളരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കളരികൾ. ഇത് കവികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ചില ഈ ശില്പശാലകളായിരുന്നു പഴയ കാലത്ത്.
അപ്പോൾ ഈ കളരിക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കളരിക്ക് ഒരു ആശാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അനുയായികളും ആശാന്മാരും ഉണ്ടാവും, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ. പക്ഷേ ഞാൻ ഈ കവിതയ്ക്ക് മാത്രമേ ഇങ്ങനെ കളരികൾ കണ്ടിട്ടുള്ളൂ. കൊടുങ്ങല്ലൂർ കളരിയായാലും വള്ളത്തോൾ കളരിയായാലും പൊന്നാനി കളരിയായാലും ഇതിലൊക്കെ കവികളാണ്. ഇന്ന് ഗദ്യസാഹിത്യത്തിൽ ഇങ്ങനെയുള്ള കളരികളില്ലേനും. അങ്ങനെ ഉറൂബിൻ്റെ കളരിയോ അല്ലെങ്കിൽ തകഴിയുടെ കളരിയോ അങ്ങനെ ഒരു കളരി കേട്ടിട്ടില്ല. വേറെയുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് കോഴിക്കോട് ആധുനികതയുടെ കാലത്ത് ഈ കക്കാടിൻ്റെ നേതൃത്വത്തിലുള്ള കോലായ എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യ ചർച്ചകൾ, കവിത ചർച്ചകൾ നടത്തിയിരുന്നു. ഇതൊക്കെ ഒരുതരം ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകളാണ്. കവികൾക്ക് വേണ്ടി നടത്തുന്ന ശില്പശാലകളായിരുന്നു. പിന്നീട് ഇപ്പോൾ സമീപകാലത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കോഴ്സുകളായിട്ട് സർഗാത്മകരചന വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മലയാള സർവകലാശാലയിൽ PG കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കോഴ്സുകൾ ചെയ്തുകൊണ്ട് സാഹിത്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അഭിരുചിയുള്ള ആൾക്കാർക്ക് അത് ഒന്ന് ബലപ്പെടുത്താൻ, ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പരിശീലനം സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അയാൾ ഇഗ്നോയിൽ നിന്ന് ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് അയാളൊരു കവിത അയച്ചു കൊടുത്തു കലാകൗമുദിക്ക് പണ്ട്. എന്നിട്ട് അത് തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് പോലും അത് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ള അതൊരു യോഗ്യതയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇത്തരം പരിശീലന കളരികൾ അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകൾ അല്ലെങ്കിൽ സ്വമേധയാ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കവിതകളിൽ വായനശാലകളിൽ നിന്ന് സ്വയം പഠിച്ചതാണ്. അത്രയേ വേണ്ടൂ, ആവശ്യമുള്ളൂ. പക്ഷേ ആ അഭ്യാസം എന്ന് പറയുന്ന ഒരു ആവശ്യകതയാണ്. വൈലോപ്പിള്ളി സ്മാരക സമിതി തന്നെ മുമ്പ് എവിടെയോ നടത്തിയിരുന്ന, ഇപ്പോൾ വസന്തമാഷിൻ്റെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ഒരു ശില്പശാലയിൽ ഞാൻ പങ്കെടുക്കുകയും എനിക്കത് ഓർമ്മയുണ്ട്. 1-2 തവണ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത് ഒരു നല്ലൊരു സാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാവ്യാഭിരുചിയുള്ള ആളുകളൊക്കെ തന്നെ വായിച്ചിരിക്കേണ്ട 2-3 രചനകളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, കവിയുടെ കാൽപ്പാടുകൾ തന്നെ. ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, പറയാതെ തന്നെ അറിയാം. മറ്റൊന്ന്, എടശ്ശേരിയുടെ എൻ്റെ പണിപ്പുര എന്നുള്ള ഒരു ചെറിയൊരു പ്രബന്ധമാണ്. അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ വൈലോപ്പിള്ളിയുടെ കാവ്യലോക സ്മരണകൾ പഠിക്കേണ്ടാവുന്നതാണ്. അപ്പോൾ ഈ എൻ്റെ പണിപ്പുരയിൽ എടശ്ശേരി തൻ്റെ ഈ കവിതയെ പറയുന്നത് ഒരു മടവാളിനോടാണ് സാദൃശ്യം. ഞാനൊരു ആലയിൽ മടവാളുണ്ടാക്കുന്നു, എന്നിട്ട് ഈ മടവാൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നു, അല്ല പേനക്കത്തി ഉണ്ടാക്കുന്നു അല്ലേ, എന്നിട്ട് കത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ മടവാൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കവി ഉദ്ദേശിക്കുന്നതായിരിക്കുന്നില്ല സഹൃദയൻ എടുക്കാൻ പോകുന്നത്. പക്ഷേ എന്തായാലും ഇത്തരം പരിശീലനങ്ങളോ അല്ലെങ്കിൽ അഭ്യാസം എന്ന് പറയുന്നത് ഒരു പാഠശാല, കവിതയുടെ ഒരു പാഠശാലയിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് എന്നോട് ഒച്ച വേറിട്ട് കേൾപ്പിക്കുന്ന കവികൾ ഭാഷയിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് പ്രിയപ്പെട്ട ഒരു വൈലോപ്പിള്ളി കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ വൈലോപ്പിള്ളിയെ ജീവിതോത്സാഹത്തിൻ്റെ, ജീവിതാനന്ദത്തിൻ്റെ കവിയാണ് എന്നൊക്കെ പറയും. വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം, ഇങ്ങനെയൊക്കെ പറയും. സാവിത്രി എന്നുള്ള കവിത, ഇപ്പോൾ കഴിഞ്ഞ ലക്കം നേരത്തെ മാഷ് പറഞ്ഞ പോലെ കൽപ്പറ്റ നാരായണ മാഷ് വൈലോപ്പിള്ളിയുടെ സാവിത്രി എന്നുള്ള കവിതയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പഠനം മാതൃഭൂമിയിൽ വായിക്കുകയുണ്ടായി. അതും ഇതാണ്, മൃത്യുഞ്ജയമാണ് അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വൈലോപ്പിള്ളിയുടെ അതുപോലെ തന്നെ ഈ മൃത്യുഞ്ജയ കവിതകളെപ്പോലെ തന്നെ മൃത്യുന്മുഖമായിട്ടുള്ള കവിതകളുണ്ട്. ആ മൃതി പോലും എന്തൊരു മനോഹരമായിട്ടുള്ള മൃതി സങ്കല്പങ്ങളാണ്. അങ്ങനെ ഒരു കവിതയാണ് ഇതുപോലെ. ആ കവിത വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കും അങ്ങോട്ട് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കും. ഒരു പുസ്തകം വായിച്ചിരിക്കുന്നതിന് അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ ആ കവിത ഒന്ന് ചൊല്ലാം എൻ്റെ പറ്റുന്ന പോലെ. ഒരു ഉദ്യാനത്തിലെ ഒരു പൂവിൻ്റെ മുകളിൽ തേൻ കുടിച്ച് ഒരു വണ്ട് ചത്തിരിക്കുകയാണ്. ഇങ്ങനെ മധു സേവിച്ച് 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 അതവിടെ പതിഞ്ഞ് മരിച്ചു. പകൽ ചാഞ്ഞള വന്നൊരന്തിയിൽ പരമേകാന്ത ഗൃഹാന്തവാടിയിൽ ഒരു വെൺമലരല്ലിയിൽ പതിഞ്ഞ് ഒരു തേനീച്ച മരിച്ചിരിക്കാം. മധുമാസമദാലസങ്ങളായി മഹിയിൽ
പ്രാണികൾ കേളിയാടവേ മലരിൻ മധുരം നുണഞ്ഞ് നീ മരണം പൂകിയതെന്തു മക്ഷികേ. ചിറകിൽ ചെറുതെന്നലിൻ കുരുന്ന് അലഘുസ്വർണ പരാഗമഘ്രിയിൽ മധുവായിലും ഏതു ഹേതുവാൽ മൃതനായി ഹന്തവസന്തവത്സനീ. പ്രിയനിന്ദനമോ പരാങ്മുഖപ്രണയത്തിൻ വിഷസൂചിപാദമോ അണയിച്ചു ഭവാന് അന്ത്യമാം ചഷകത്തിൽ പുനരന്ത്യശയ്യയിൽ. പ്രിയനിന്ദനമോ പരാങ്മുഖപ്രണയത്തിൻ വിഷസൂചിപാദമോ അണയിച്ചു ഭവാന് അന്ത്യമാം ചഷകത്തിൽ പുനരന്ത്യശയ്യയിൽ. ഇതു വാസ്തവം അന്യദൃഷ്ടികൾക്കതിസാധാരണമായ മൃത്യുവും ഹൃദയം സ്വയം അന്തരിച്ചു പോയതിനുള്ളോരനുബന്ധമായി വരാം. ഇതുപോൽ വിജനത്തിൽ ഞാൻ വ്യഥാഹരമായിടുമൊരേടു നീർത്തവേ കരുതാതെ വരുന്നു നിദ്രതൻ കുസൃതിക്കൈ മമ കണ്ണുപൊത്തുവാൻ. അലിവേറിന മൃത്യു നിദ്രതൻ വലിയേട്ടൻ, അലിവേറിന മൃത്യു നിദ്രതൻ വലിയേട്ടൻ. പ്രിയ കാവ്യമൊന്നു ഞാൻ മുകരുമ്പോൾ നിഗൂഢമെത്തി എൻ മിഴി പൊത്തിയിടുകിലാം കൊതിപ്പു ഞാൻ. നന്ദി. ഞാൻ ചൊല്ലാൻ പോകുന്ന 2 കവിതകൾ 2 തരത്തിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകളാണ്. ആദ്യം ചൊല്ലാൻ പോകുന്ന കവിത തുമ്പപ്പൂ എന്ന് പറഞ്ഞ കവിതയാണ്. മാനിച്ചോരോ മലരുകൾ ചെന്നു മാബലിദേവനെ എതിരേൽക്കാൻ, തങ്കച്ചാറിൽ തനുമിന്നും പടിമുങ്ങിച്ചെന്നു മുക്കുറ്റി. മാനിച്ചോരോ മലരുകൾ ചെന്നു മാബലിദേവനെ എതിരേൽക്കാൻ, തങ്കച്ചാറിൽ തനുമിന്നും പടിമുങ്ങിച്ചെന്നു മുക്കുറ്റി. പാടലമാം പട്ടാടയൊടെത്തി പാടത്തുള്ളൊരു ചിറ്റാട, പാടലമാം പട്ടാടയൊടെത്തി പാടത്തുള്ളൊരു ചിറ്റാട. ആമ്പലിനുണ്ടു കിരീടം നെല്ലി കിഴകിലുമുണ്ടൊരു സൗരഭ്യം, ആമ്പലിനുണ്ടു കിരീടം നെല്ലി കിഴകിലുമുണ്ടൊരു സൗരഭ്യം. കരൾ കവരുന്നൊരു നിറമോ മണമോ കണി കാണാത്തൊരു തുമ്പപ്പൂ, കരൾ കവരുന്നൊരു നിറമോ മണമോ കണി കാണാത്തൊരു തുമ്പപ്പൂ. വ്രീളയുതുക്കി അണഞ്ഞു കാലടി പോലെ ഇരിക്കും തുമ്പപ്പൂ, വ്രീളയുതുക്കി അണഞ്ഞു കാലടി പോലെ ഇരിക്കും തുമ്പപ്പൂ. ദേവൻ കനിവൊടു നറുമുക്കുറ്റി പൂവിനെയൊന്നു കടാക്ഷിച്ചു, കുതുകാൽ തടവി ചിറ്റാടപ്പൂ കൂടുതലൊന്നു തുടുപ്പിച്ചു. ആമ്പലിനേകി പുഞ്ചിരി നെല്ലി പൂൺപിനെയമ്പൊടു ചുംബിച്ചു. പാവം തുമ്പയെ വാരിയെടുത്തധദേവൻ വെച്ചു മൂർധാവിൽ. പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി, പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി, പൂക്കളിൽ നീയേ
ഭാഗ്യവതി, പൂക്കളിൽ നീയേ ഭാഗ്യവതി. രണ്ടാമത് ചൊല്ലാൻ പോണ കവിത ഊഞ്ഞാൽ എന്ന് പറഞ്ഞ കവിതയാണ്. പടിയിലീ ഊഞ്ഞാലിലാരിരുന്നീടിലും മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ. പടിയിലീ ഊഞ്ഞാലിലാരിരുന്നീടിലും മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ. ചേച്ചിയിരിക്കട്ടെ ഊഞ്ഞാലിൽ ഞാനങ്ങു ചേർന്നു മടിയിലിരുന്നോളാം. ചേച്ചിയിരിക്കട്ടെ ഊഞ്ഞാലിൽ ഞാനങ്ങു ചേർന്നു മടിയിലിരുന്നോളാം. ഉന്തുവാനാരുണ്ട് ചേട്ടനുണ്ടാടുവാൻ, പൊന്തുവാൻ ഞങ്ങൾക്കെന്തുല്ലാസം. ഉന്തുവാനാരുണ്ട് ചേട്ടനുണ്ടാടുവാൻ, പൊന്തുവാൻ ഞങ്ങൾക്കെന്തുല്ലാസം. വൃക്ഷമിതാകെ കുലുങ്ങുന്നു ഞങ്ങളോ, പക്ഷികൾ പോലെ പറക്കുന്നു. വൃക്ഷമിതാകെ കുലുങ്ങുന്നു ഞങ്ങളോ, പക്ഷികൾ പോലെ പറക്കുന്നു. ചേട്ടൻ പറയുന്നു ഞാനിനി ആടട്ടെ, ചേച്ചി നീലത്തു നിന്നുന്തട്ടെ. ചേട്ടൻ പറയുന്നു ഞാനിനി ആടട്ടെ, ചേച്ചി നിലത്തു നിന്നുന്തട്ടെ. പടിയിലീ ഊഞ്ഞാലിരാരിരുന്നീടിലും മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ. പടിയിലീ ഊഞ്ഞാലിൽ ആരിരുന്നീടിലും മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ. മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ. മടിയിലിരിക്കുവാൻ ഞാനുണ്ടേ.